ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണ് എന്ന അവകാശവാദത്തിൽ ഉറച്ച് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം യുദ്ധമായി മാറാതിരിക്കാൻ കാരണം തന്റെ ഇടപെടലാണെന്ന് US പ്രസിഡന്റ് ആവർത്തിച്ചു. വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രതികരണം. അതേസമയം ഇന്ത്യയുടെ പ്രതിഷേധത്തിനിടയിലും പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ ട്രംപ് വിരുന്നൊരുക്കി. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയുടെയോ മറ്റൊരു മൂന്നാം കക്ഷിയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം. ഇന്ത്യ പാക് സംഘർഷം യുദ്ധമായി മാറാതിരിക്കാൻ ഇടപെട്ടത് താനാണ്. വ്യാപാര ഉടമ്പടിയിലൂടെയാണ് ഇത് സാധ്യമാക്കിയതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. I stopped a war between two major nations, major nuclear nations. I don't think I had a story written about it, but that's okay. ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തി കൈവശമുള്ള രാജ്യങ്ങളാണ്. യുദ്ധം ഒഴിവാക്കാൻ കൃത്യസമയത്ത് ഇരു രാജ്യങ്ങളും യുക്തമായ തീരുമാനമെടുത്തെന്നും ട്രംപ് പ്രശംസിച്ചു. പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിന് വൈറ്റ് ഹൌസിൽ വിരുന്നൊരുക്കി. പാകിസ്ഥാനോട് വലിയ സ്നേഹമാണെന്നും യുദ്ധം ഒഴിവാക്കാനുള്ള പാക് സൈനിക മേധാവിയുടെ തീരുമാനം അഭിനന്ദാർഹമാണെന്നും ട്രംപ് പറഞ്ഞു. മോദി അസാധാരണ വ്യക്തിത്വമുള്ള മനുഷ്യനാണെന്നും ട്രംപിന്റെ പുകഴ്ത്തൽ. ട്രംപിന്റെ അവകാശവാദത്തിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. വിഷയം രാഷ്ട്രീയമായി ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാജ്യത്തെ ജനങ്ങളെയും പാർലമെന്റിനെയും വിശ്വാസത്തിലെടുക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ആക്ഷേപം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൈനികതല ചർച്ചയുടെ ഭാഗമായിരുന്നു വെടിനിർത്തലെന്നും കശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയെയും ഇടപെടാൻ അനുവദിക്കില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.